അമേരിക്കയുടെ പോയവാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. സംഘടനാ നേതൃസ്ഥാനത്ത് ന്യൂയോർക്കിൽ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ അജു ഉമ്മനെ ഫൊക്കാനയുടെ 2024-26 വർഷത്തെ അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ലോങ് ഐലൻഡ് മലയാളി അസോസിയേഷൻ നാമനിർദ്ദേശം ചെയ്തു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ബാലജന സഖ്യം കൊട്ടാരക്കര യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനം സ്തുത്യാർഹമായി നിർവഹിച്ച് നേതൃപാടവവും സംഘടനാ പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള ഡോക്ടർ അജു ന്യൂയോർക്കിലും വർഷങ്ങളായി വിവിധ സംഘടനകളിലൂടെ നേതൃസ്ഥാനത്ത് തനതായ കഴിവ് തെളിയിച്ചു മുന്നേറുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ ബാലജനസഖ്യം കൊട്ടാരക്കര യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനം സുസ്ഥിയാർഹമായി നിർവഹിച്ച് നേതൃപാടവവും സംഘടനാ പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള ഡോക്ടർ അജു ന്യൂയോർക്കിലും വർഷങ്ങളായി വിവിധ സംഘടനകളിലൂടെ നേതൃസ്ഥാനത്ത് തനതായ കഴിവ് തെളിയിച്ച് മുന്നേറുന്നു. നിലവിൽ ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി അംഗമായുള്ള അജുവിന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയ ലിമ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തെ ഏകകണ്ഠമായി അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശം ചെയ്തത്. ഈ മാസം 18 മുതൽ 21 വരെ വാഷിംഗ്ടൺ DC-യിൽ അതിഗംഭീരമായി സംഘടിക്കപ്പെടുന്ന ഫൊക്കാന ദ്വൈവാർഷിക കോൺഫറൻസിൽ 19-ന് വെള്ളിയാഴ്ചയാണ് വിവിധ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ ഫൊക്കാന ജനറൽ സെക്രട്ടറിയും അടുത്ത 2 വർഷത്തേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുമായ ഡോക്ടർ കലാഷാഹിയുടെ പാനലിലാണ് ഡോക്ടർ അജു മത്സരിക്കുന്നത്. ഡോക്ടർ കലാഷാഹിക്കും സഹ സ്ഥാനാർത്ഥികൾക്കും ഭൂരിഭാഗം സംഘടനകളിൽ നിന്നും വളരെ പ്രതീക്ഷ നിർഭരമായ പിന്തുണ ലഭിക്കുന്നതിനാൽ ഡോക്ടർ അജുവിനും 100% വിജയപ്രതീക്ഷയാണ് കാണുന്നത്. ചുറുചുറുക്കും ഊർജ്ജസ്വലതയും യുവത്വവും നേതൃത്വ പാടവവും കൈമുതലായുള്ള ഡോക്ടർ അജു ലോങ് ഐലൻഡ് മലയാളി അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് അംഗവും ന്യൂയോർക്ക് മലയാളി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും 50 വർഷം പൂർത്തീകരിച്ച അമേരിക്കയിലെ ആദ്യകാല മലയാളി സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിലും ന്യൂയോർക്കിലെയും മറ്റ് സമീപ സംസ്ഥാനങ്ങളിലെയും മലയാളികളുടെ ഇടയിൽ സുപരിചിതനാണ്. സൗമ്യതയോടും പുഞ്ചിരിയോടും എല്ലാവരുമായി ഇടപെടുന്ന അജു കലാസാഹിത്യ രംഗങ്ങളിലും തന്റേതായ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അനൂപ് മേനോനും ലാലും നിറഞ്ഞഭിനയിക്കുന്ന ആഗസ്റ്റ് മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ സഹനിർമ്മാതാവും ഏതാനും റോളുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവും കൂടിയാണ് അദ്ദേഹം. 2022-2024 കാലയളവിൽ ഫൊക്കാന ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ മേഖലാ സമ്മേളനം നടത്തുവാൻ നിലവിലെ RVPക്ക് കഴിഞ്ഞില്ല. അതിനാൽ ഫൊക്കാനയിലെ ഏതാനും യുവ നേതാക്കളുടെ നേതൃത്വത്തിലും ഈ വർഷം ഫൊക്കാന നാഷണൽ കമ്മിറ്റി അംഗമായ അജുവിന്റെ നേതൃത്വത്തിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി മേഖലാ സമ്മേളനം കഴിഞ്ഞ ഒക്ടോബർ മാസം ഫ്ലോറർ പാർക്കിലുള്ള ടൈസൺ സെന്ററിൽ വെച്ച് നടത്തി. അതിന് പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അജുവിനെയും മറ്റ് യുവ നേതാക്കളെയും വളരെയധികം പ്രശംസിക്കുകയുമുണ്ടായി. അത് സംബന്ധമായ എല്ലാ വരവ് ചെലവ് രേഖകളും മെട്രോ റീജിയൻ RVPക്ക് കൈമാറിയെങ്കിലും ഇതുവരെ പ്രസ്തുത കണക്കുകൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ പോലും നിലവിലെ RVPക്ക് സാധിച്ചിട്ടില്ല എന്നത് അജുവിനെയും മറ്റു യുവ നേതാക്കളെയും അസ്വസ്ഥപ്പെടുത്തുന്ന വസ്തുക്കളാണ്. ചുമതലയേൽക്കുന്ന ഏത് സ്ഥാനങ്ങളിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കാനുള്ള അജുവിന്റെ കഴിവ് പ്രശംസനീയമാണ്. അജുവിന്റെ സംഘടനാ നേതൃത്വത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും ഭാര്യ ഡോക്ടർ ജാസ്മിൻ ഉമ്മന്റെയും മക്കളായ ജെറിൻ, ജിതിൻ, ജെബിൻ എന്നിവരുടെയും പിൻബലവും സഹകരണവും അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി നിറവേറ്റുവാൻ എന്നും സഹായകരമാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാർഡിയോ റെസ്പിറ്ററിയിലും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലും ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ അജു റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. ന്യൂയോർക്ക് ഗ്ലെൻകോവിൽ നോർത്ത് വെൽ ഹെൽത്ത് ഹോസ്പിറ്റൽ സേവനം ചെയ്യുന്നു. ഇത്രയും കഴിവുള്ള നേത്രപാടവവും സംഘടനാ വൈദഗ്ധ്യവുമുള്ള ഡോക്ടർ അജു ഫൊക്കാനയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ അദ്ദേഹത്തെ അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാനൽ നേതാവും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ കലാഷാഹി ന്യൂയോർക്കിൽ പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. 2016 മുതൽ വളരെ സ്തുത്യാർഹമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വെസ്റ്റ്ചെസ്റ്റർ വൈസ്മെൻ ക്ലബിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജൂൺ 30 ഞായറാഴ്ച യോർക്ക് ടൗണിലുള്ള സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് എഡ്വിൻ കാത്തിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി സ്വപ്ന മലയിൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സണ്ണി മാത്യു ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് എഡ്വിൻ കാത്തിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി സ്വപ്ന മലയിൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സണ്ണി മാത്യു ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു.
പുതിയ പ്രസിഡന്റായി ജോസഫ് മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു. മിനി മുട്ടപ്പള്ളി സെക്രട്ടറിയായും ജോർജ് ജോസഫ് തടത്തിൽ ട്രഷററും ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റ് ഭാരവാഹികൾ: വൈസ് പ്രസിഡന്റ് ജോസ് മലയിൽ, ജോയിന്റ് സെക്രട്ടറി കൊച്ചുറാണി സണ്ണി, ജോയിന്റ് ട്രഷറർ ജോസഫ് മാത്യു, വൈസ്മെൻസ് പ്രസിഡന്റ് റോസ് സക്കറിയ, വൈസ്മെൻസ് സെക്രട്ടറി ദീപ്തി വടക്കൻ, വൈസ്മെൻസ് ട്രഷറർ മായ ജിനോയ്, കൂടാതെ സർവീസ് ഡയറക്ടർ സായി പോൾ ചാക്കോ, ആൻഡോ കണ്ണാടൻ, ചോളി കൊമ്പുളവേലി, ഓൾഗ തെള്ളിയാങ്കൽ എന്നിവരെയും യൂത്ത് കോർഡിനേറ്റേഴ്സായി ലാലിനി ഷൈജുവിനെയും തെരഞ്ഞെടുത്തു. ടോണി പാലക്കലാണ് ക്ലബിന്റെ ഓഡിറ്റർ. പുതിയ ഭാരവാഹികൾക്ക് മുൻ ഏരിയ പ്രസിഡന്റ് ഷാജു സാം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് എഡ്വിൻ കാത്തി പുതിയ പ്രസിഡന്റ് ജോസഫ് മാത്യുവിന് സ്ഥാനചിഹ്നം ധരിപ്പിച്ചു. പുതുതായി അംഗത്വമെടുത്ത കുടുംബങ്ങൾക്ക് ഏരിയ പ്രസിഡന്റ് ഇലക്ട് ജോസഫ് കാഞ്ഞമല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റീജിയണൽ ഡയറക്ടർ കോറസൻ പിന്നിംഗ് സെറമണിയും നടത്തി. റോക്ക്ലൈൻ കൗണ്ടി വൈസ് ചെയർ ഡോക്ടർ ആനി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വെസ്റ്റ്ചെസ്റ്റർ വൈസ്മെൻ ക്ലബ് നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ ഡോക്ടർ ആനി പോൾ പ്രശംസിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നാട്ടിൽ 2 കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയതും ഡയാലിസിസ് രോഗികൾക്ക് നൽകി വരുന്ന സഹായങ്ങളും അവർ എടുത്തു പറഞ്ഞു. വൈസ്മെൻ ക്ലബ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തികൾ അർഹരായ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആനി പോൾ ആശംസിച്ചു. മുൻ ഏരിയ പ്രസിഡന്റ് ഷാജു സാം, ഏരിയ പ്രസിഡന്റ് ഇലക്ട് ജോസഫ് കാഞ്ഞമല, റീജിയണൽ ഡയറക്ടർ കോറസൻ വർഗീസ്, സെക്രട്ടറി ജിം ജോർജ്, റീജിയണൽ സർവീസ് ഡയറക്ടർമാരായ സന്തോഷ് ജോർജ്, ചാർലി ജോൺ, മേഴ്സി ലോക്കോസ്, വർഗീസ് ലോക്കോസ്, ഗ്രേസി കാഞ്ഞമല തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി മിനി മുട്ടപ്പള്ളി നന്ദിയും പറഞ്ഞു. ഓൾഗ തെള്ളിയാങ്കൽ MC ആയി പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. മന്ത്രിയുടെ ഷാർലറ്റ് കൺവെൻഷൻ ടീമും ഫുഡ് ഫോർ ലൈവ് എന്ന സംഘടനയും ഒരുമിച്ച് ജൂലൈ 6-ന് ഷാർലറ്റിൽ ഭവനരഹിതരായവർക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. അന്നദാനം മഹാദാനം എന്ന സനാതന ധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് കേരളത്തിന്റെ തനതായ ചോറും കറികളും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാൻ സാധിച്ചതുവഴി കേരളീയ ഭക്ഷണ തനിമ മറ്റ് ജനസമൂഹങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് മന്ത്രിയുടെ ഷാർലറ്റ് കുടുംബങ്ങൾ നിർവഹിച്ചതെന്ന് മന്ത്രിയുടെ പ്രസിഡന്റ് ശ്രീ ശ്യാം ശങ്കർ അഭിപ്രായപ്പെട്ടു. അന്നദാനം മഹാദാനം എന്ന സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് കേരളത്തിന്റെ തനതായ ചോറും കറികളും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാൻ സാധിച്ചതുവഴി കേരളീയ ഭക്ഷണത്തനിമ മറ്റു ജനസമൂഹത്തിലേക്കും എത്തിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് മന്ത്രിയുടെ ഷാർലറ്റ് കുടുംബങ്ങൾ നിർവഹിച്ചത് എന്ന് മന്ത്രിയുടെ പ്രസിഡന്റ് ശ്രീ ശ്യാം ശങ്കർ അഭിപ്രായപ്പെട്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക സമൂഹത്തെ ഒന്നായി കാണുവാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഒരു സംഘടന എന്ന നിലയിൽ മന്ത്രിക്ക് ഇത്തരം ഉദ്യമങ്ങളിലൂടെ സാധിക്കുന്നു എന്നതിൽ അഭിമാനം കൊള്ളുന്നുവെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്ര സെക്രട്ടറി ശ്രീ ഷിബു ദിവാകരൻ അറിയിച്ചു. മന്ത്ര ഷാർലറ്റ് കൺവെൻഷൻ ഭാരവാഹികൾ ആയ ശ്രീമതി അർച്ചന ലിനേഷ്, ശ്രീ വിനോദ് ശ്രീകുമാർ, കൈരളി സത്സംഗ് ഭാരവാഹികളായ അംബിക ശ്യാമള, മുരളി വല്ലത്ത്, ലിനേഷ് പിള്ള, ഫുഡ് ഫോർ ലൈഫ് ഭാരവാഹികളായ ശ്രീ അജയ് നായർ, ശ്രീമതി വന്ദന, ശ്രീമതി അശ്വതി റെനി എന്നിവരാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. 2025 ജൂലൈയിൽ നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നടക്കുന്ന മന്ത്രിയുടെ കൺവെൻഷന് മുന്നോടിയായി ഇത്തരം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ മന്ത്ര ലക്ഷ്യമിടുന്നതായി അവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ മിഡ് അറ്റ്ലാന്റിക് റീജിയണിന്റെയും മറ്റനേകം ഫോമ അഭ്യുദയകാംക്ഷികളുടെയും പിന്തുണയോടെ കേരള അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായ ബൈജു വർഗീസ് 2024-26 വർഷത്തേക്കുള്ള ഫോമ ജനറൽ സെക്രട്ടറിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഏതാണ്ട് 150 അസോസിയേഷൻ അംഗങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പത്രികാ സമർപ്പണം. ഏതാണ്ട് 150 അസോസിയേഷൻ അംഗങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പത്രിക സമർപ്പണം. മുൻ ഫോമ ജനറൽ സെക്രട്ടറി GB തോമസ്, പ്രസിഡന്റായിരുന്ന അനിയൻ ജോർജ്, ഇപ്പോഴത്തെ ജോയിന്റ് ട്രഷറർ ജെയിംസ് ജോർജ്, അസോസിയേഷൻ ഭാരവാഹികൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എന്നിവരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഫോമയുടെയും കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെയും സീനിയർ മെമ്പർ ദിലീപ് വർഗീസാണ് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചത്. കേരള അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ടോം നെറ്റിക്കാടൻ സ്വാഗതവും ട്രഷറർ നിർമ്മൽ മുകുന്ദൻ നന്ദിയും അറിയിച്ചു. കേരള അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമാരായ അനിയൻ ജോർജ്, GB തോമസ്, റോയി മാത്യു, ജെയിംസ് ജോർജ്, ജോൺ ജോർജ്, ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സായ അനിൽ പുത്തൻചിറ, സണ്ണി കുരിശുമൂട്ടിൽ, അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ബൈജു വർഗീസിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബൈജു വർഗീസിനെ പറ്റി പറയുമ്പോൾ വിശേഷണങ്ങൾ നിരവധിയാണ് എന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന വ്യക്തിത്വം, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ പടിപടിയായി ഉയർന്നുവന്ന നേതൃപാടവം, മിഡ് അറ്റ്ലാന്റിക് മേഖലയിലെ എല്ലാ നല്ല കാര്യങ്ങളിലെയും സജീവ സാന്നിധ്യം,
സാന്നിധ്യം. യാതൊരു മുൻവിധികളുമില്ലാതെ ഉപാധികളില്ലാത്ത സൗഹൃദം ബൈജുവിനെ നോർത്ത് അമേരിക്കൻ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാക്കുന്നു. ബേബി മണക്കുന്നേൽ നയിക്കുന്ന ഫോമ ടീം യുണൈറ്റഡിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ബൈജു വർഗീസിന് പുറമെ ട്രഷററായി സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റായി ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറിയായി പോൾ ജോസ്, ജോയിന്റ് ട്രഷററായി അനുപമ കൃഷ്ണൻ എന്നിവർ മത്സരിക്കുന്നു. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി പ്രസിഡന്റ് എന്ന നിലയിൽ ബൈജു അസാധാരണമായ നേതൃവൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. ഐക്യം വളർത്തിയെടുക്കുകയും സംഘടനാ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. 52 ആഴ്ചകളുള്ള ഒരു വർഷത്തിൽ 32 പ്രോഗ്രാം ചെയ്തുകൊണ്ട് കാഞ്ചിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കാഞ്ചിനെ അമേരിക്കൻ സംഘടനകളിലെ താരമായി ഉയർത്തി. വളരെ നല്ല ഒരു ടീമായി മുന്നോട്ടു പോകുന്നു. 2000ഓളം പേര് പങ്കെടുത്ത നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് ഫെസ്റ്റിവൽ ഒരു ഉദാഹരണം മാത്രമാണ്. വാക്കിന്റെ എല്ലാ അർത്ഥത്തിലും താനൊരു തത്വാധിഷ്ഠിത നേതാവാണെന്ന് തെളിയിച്ചുകൊണ്ട് സഹപ്രവർത്തകരുടെയും എതിരാളികളുടെയും ആദരവും ബൈജു നേടി. ഓരോ ശബ്ദവും കേൾക്കുകയും എല്ലാ അഭിപ്രായവും പരിഗണിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ബൈജു വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ സ്ഥിരമായി കണ്ടെത്തി. ഒരു പൊതുലക്ഷ്യത്തിന് കീഴിൽ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ബൈജു ഫോമയ്ക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ബൈജുവിന്റെ മുൻകാല പ്രവർത്തനങ്ങളാണ് ഫോമ മിഡ് അറ്റ്ലാന്റിക് റീജിയണിന്റെ 2020-2024 ശക്തനായ റീജിയണൽ വൈസ് പ്രസിഡന്റ്. സൂം കോളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം. ഫോമ 2018 ഷിക്കാഗോ കൺവെൻഷന്റെ നാഷണൽ രജിസ്ട്രേഷൻ കമ്മിറ്റി മെമ്പർ. ഫോമ ഹെൽപ്പിംഗ് ഹാൻഡ് സ്വാന്തന സംഗീതം കോർഡിനേറ്റർ. ഫോമയുടെ ശോഭനമായ ഭാവിയിലേക്കുള്ള യാത്ര ബൈജുവിനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ചരിത്ര വിജയം നൽകിക്കൊണ്ട് ആരംഭിക്കാം. ബൈജുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാഞ്ച് ജനറൽ സെക്രട്ടറി ടോം നെറ്റിക്കാടൻ, ട്രഷറർ നിർമ്മൽ മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് സോഫിയ മാത്യു, ജോയിന്റ് സെക്രട്ടറി ഖുർഷിദ് ബഷീർ, ജോയിന്റ് ട്രഷറർ ടോം വർഗീസ് എന്നിവരും മറ്റു കമ്മിറ്റി അംഗങ്ങളും പിന്തുണയ്ക്കുന്നു. ബൈജുവിന്റെ സ്ഥാനാർത്ഥിത്വം എല്ലാ അമേരിക്കൻ മലയാളികൾക്കും പ്രത്യേകിച്ചും ഫോമയുടെ വളർച്ചയ്ക്കും ഗുണകരമാകുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർ അടിവരയിട്ട് ആവർത്തിച്ചു. ഫോമ മിഡ് അറ്റ്ലാന്റിക് റീജിയണിന്റെ പൂർണ്ണ പിന്തുണയും ബൈജു വർഗീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. IT രംഗത്ത് ബിസിനസ് റിലേഷൻഷിപ്പ് മാനേജറായി ജോലി ചെയ്യുന്നു. ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്ന ഷർമിളയാണ് ഭാര്യ. 2 മക്കൾ ജോഹാൻ, ലിയാന. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ചർച്ചകളും സെമിനാറുകളും സാംസ്കാരിക കായിക വിനോദങ്ങളുമൊക്കെയായി സാൻ ആന്റോണിയോയിലെ 4 ദിനം KCCNAയുടെ ചരിത്രത്തിലെ മഹാസമ്മേളനം തന്നെയായിരുന്നു സാൻ ആന്റോണിയോയിലെ ഹെൻറി ബി ഗോൺസാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത്. കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ഐക്യത്തിന്റെ പുതിയ ഊർജവുമായിട്ടാണ് സമാപിച്ചത്. KCCNAയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ ശ്രമിക്കേണ്ടതുണ്ടെന്ന് സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജി എടാട്ട് പറഞ്ഞു. സഭ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല, എല്ലാ ജ്ഞാനായ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. സഭയും സമുദായവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഒരു കുടുംബത്തിൽ, സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് അതെല്ലാം പറഞ്ഞു തീർത്ത് പുതുതലമുറയ്ക്ക് നല്ല മാതൃകയാണ് ഓരോ സഭാവിശ്വാസിയും നൽകേണ്ടതെന്നും മാർ മാത്യു മൂലക്കാട് പറഞ്ഞു. KCCNA സമ്മേളനത്തിൽ കാണുന്ന യുവനിരയുടെ വലിയ സാന്നിധ്യം പ്രതീക്ഷ നൽകുന്നതാണ്. പുതുതലമുറയ്ക്ക് നല്ല സന്ദേശമായിരിക്കണം ഈ കൺവെൻഷനിൽ നിന്നും കിട്ടേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു മരത്തിന്റെ വളർച്ചയിൽ വളവുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും. ശ്രമം പരാജയപ്പെട്ടാൽ ആ മരം വളഞ്ഞു തന്നെ വളരും. വളർന്നു കഴിഞ്ഞാൽ ആ വളവ് പരിഹരിക്കാനും ആകില്ല. അതിനാൽ ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തി ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്നും അതാണ് സമുദായത്തിന്റെ കരുത്തിന് അനുഗ്രഹമാകുക എന്നും മാർ മാത്യു മൂലക്കാട് പറഞ്ഞു. സാൻ ആന്റോണിയോയിലെ കൺവെൻഷനിൽ വലിയ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. KCCNA പുതിയ ചരിത്രമാണ് സാൻ ആന്റോണിയോയിൽ കുറിച്ചിരിക്കുന്നതെന്ന് കൺവെൻഷനിലെ ആമുഖ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഷാജി എടാട്ട് അഭിപ്രായപ്പെട്ടു. പൂർവികരുടെ പ്രാർത്ഥനയുടെയും കഠിന അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഇന്ന് ജ്ഞാനായ സമുദായം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ. പൂർവികരുടെ സംഭാവനകൾ ഒരിക്കലും മറന്നു പോകരുത്. KCCNA സാൻ ആന്റോണിയോ കൺവെൻഷനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിന്റെ സാന്നിധ്യം തന്നെയാണ്. KCCNAയുടെ നേതൃനിരയിലേക്ക്
പുതുതലമുറ ഇനിയും കടന്നു വരണം. സംഘടനയെയും സമുദായത്തെയും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാവിയിലും കഴിയണമെന്നും ഷാജി അഡാട്ട് പറഞ്ഞു. ജ്ഞാനായക്കാരനായതിൽ അഭിമാനിക്കുന്നു എന്നായിരുന്നു മിസൂറി സിറ്റി മേയർ റോബിൻ ജെ ഇലക്കാട്ട് പറഞ്ഞു. തന്റെ പൊതുജീവിതം ആരംഭിച്ചത് ഷിക്കാഗോയിൽ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിലൂടെയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്തസ്സുള്ള ജ്ഞാനായക്കാരനായാണ് താൻ ഇന്നും ജീവിക്കുന്നതെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രശസ്ത സിനിമാ താരം ലാലു അലക്സ് പറഞ്ഞു. സിനിമയിൽ ഇന്നത്തെ നിലയിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാലമെടുത്തു സിനിമയിൽ ചുവടുകൾ കണ്ടെത്താൻ. 40 വർഷത്തോളമായി ജനങ്ങൾ അംഗീകരിക്കുന്ന നടനായി തുടരാൻ സാധിച്ചു. KCCNA കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നത് എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു. ഇത്തവണ അതിനുള്ള ഭാഗ്യമാണ് തനിക്കുണ്ടായത്. KCCNA വേദിയിൽ സന്തോഷത്തിന്റെ ഹൃദയത്തുടിപ്പുമായാണ് താൻ നിൽക്കുന്നതെന്നും ലാലു അലക്സ് പറഞ്ഞു. കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന സാൻ ആന്റോണിയോ ചാപ്റ്റർ പ്രസിഡന്റ് ഷീജ വടക്കേപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു. സാൻ ആന്റോണിയോ കൗൺസിൽ വുമൺ മെലീസ കബാലോ ഓഫ് കൺവെൻഷൻ ചെയർമാൻ ജെറിൻ കുര്യൻ പടപ്പമക്കിൽ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജിപ്സൺ പുറയമ്പള്ളിൽ, ജനറൽ സെക്രട്ടറി അജീഷ് പോത്തൻ താമരപ്പള്ളിൽ, ജോയിന്റ് സെക്രട്ടറി ജോബിൻ കാക്കാട്ടിൽ, ട്രഷറർ സാമോൻ പല്ലാട്ടുമടം, ഷിക്കാഗോ RVP സ്റ്റീഫൻ കിഴക്കേക്കുറ്റ്, ഡാളസ് സാൻ ആന്റോണിയോ RVP ഷിൻഡോ വള്ളിയോടത്ത്, വെസ്റ്റേൺ റീജിയൻ RVP ജോസ് പുത്തൻപുരയിൽ, ഹ്യൂസ്റ്റൺ RVP അനൂപ് മേൽക്കരപ്പുറത്ത്, ഡിട്രോയിറ്റ് RVP അലക്സ് പുല്ലുകാട്ട്, ന്യൂയോർക്ക് RVP ജെയിംസ് ആലപ്പാട്ട്, അറ്റ്ലന്റ് മയാമി RVP ലിസി കാപറമ്പിൽ, കാനഡ RVP ലൈജു ചെന്നങ്കാട്ട്, നോർത്ത് ഈസ്റ്റ് റീജിയൻ RVP ജോബോയ് മണലേൽ, താമ്പ RVP ജെയിംസ് മുകളേൽ, KCWFNA പ്രസിഡന്റ് പ്രീന വിശാഖന്തറ, KCYLNA പ്രസിഡന്റ് രേഷ്മ കാരക്കാട്ടിൽ, KCYLNA പ്രസിഡന്റ് ആൽബിൻ പുലിക്കുന്നേൽ, യൂണിറ്റ് പ്രസിഡന്റുമാരായ ജെയിൻ മാക്കിൽ, സിറിൽ തൈപ്പറമ്പിൽ, എബ്രഹാം പെരുമണശ്ശേരിൽ, വിനീത് കടുതോടിൽ, ഷിബു പാലക്കാട്ട്, ഷിജു തണ്ടച്ചേരിൽ, ഫിലിപ്സ് ജോർജ് കുട്ടാച്ചാമ്പറമ്പിൽ, ഡൊമനിക് ചാക്കോണാൽ, ഷിബു ഓളിയിൽ, സജി മരങ്ങാട്ടിൽ, ജോണി ചാക്കലക്കൽ, സിറിൽ തട്ടത്തിൽ, ജോൺ വിലങ്ങാട്ടുശ്ശേരിയിൽ, ജോസ് വെട്ടുപാറപ്പുറത്ത്, ജിത്തു തോമസ് പഴയപുരയിൽ, കിരൺ എലുവുങ്കൽ, സന്തോഷ് പടിഞ്ഞാറെ വാരിക്കാട്ട്, കുര്യൻ ജോസഫ് തൊട്ടിയിൽ, തോമസ് മുണ്ടയ്ക്കൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജോബിൻ കാക്കാട്ടിൽ, നയോമി മന്ദുരത്തിൽ എന്നിവർ MC-മാരായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഒരു ബസ് അപകടത്തിൽ കഴിഞ്ഞ 20 വർഷമായി കിടപ്പിലായ കൊല്ലം ആയൂർ സ്വദേശി ഷാജി മത്തായിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സംഘടന ഒരുമ 1 ലക്ഷം രൂപ സമാഹരിച്ച് കൊല്ലത്തെ വസതിയിൽ വെച്ച് കൈമാറി. ജൂലൈ 10 മുതൽ 13 വരെ പെൻസിൽവാനിയയിലെ ലാൻകാസ്റ്റർ വിന്തം റിസോർട്ടിൽ നടക്കുന്ന നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. യോങ്കേഴ്സ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ സമംഗളം പര്യവസാനിച്ചു. ജൂൺ മാസം 30-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയേറിയ പെരുന്നാൾ ആഘോഷം ജൂലൈ 7-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പര്യവസാനിച്ചു. കാനഡയിലെ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ നിന്നുള്ള 50ഓളം ടീമുകളെ പങ്കെടുപ്പിച്ച് മഴവിൽ ഫ്രണ്ട്സ് ക്ലബ് ജൂലൈ 6-ന് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഡോക്ടർ ജേക്കബ് ഈപ്പൻ ഫൊക്കാന ട്രസ്റ്റി ബോർഡിലേക്ക് മത്സരിക്കുന്നു. കൊപ്പേൽ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ ജൂലൈ 7-ാം തീയതി ഞായറാഴ്ച ഉത്തർപ്രദേശിലെ മീററ്റ് രൂപതയിലെ മിഷണറി വൈദികനായ ഫാദർ ജോർജ് കൊല്ലേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചിരകാല അഭിലാഷമായ റിട്രീറ്റ് സെന്റർ പെൻസിൽവാനിയയിൽ. എഴുത്തുകാരുടെ പ്രിയമിത്രമായ മലയാളി ന്യൂയോർക്ക്, മലയാളി.com, ദ വീക്ക്ലി, മാഗസിൻ ലോക മലയാളികൾക്കായി പ്രതിവർഷം സംഘടിപ്പിക്കാറുള്ള കഥാമത്സരത്തിലേക്ക് കഥകൾ ക്ഷണിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.